ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ കുറച്ച് ഉത്സവം പരിപാടിയൊക്കെയാണ്. നേരത്തെയൊക്കെ നല്ല സൗണ്ട് ആയിരുന്നു. ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല സൗണ്ടാണ്. സൗണ്ട് തീരുമ്പോൾ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ശ്രീജു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഗൈസ്, ഇനി അടുത്ത് കൈകൊട്ടി കളിയാണ് കാണാൻ പോണത്. കൈകൊട്ടികൾക്കുള്ള പിള്ളേരൊക്കെ വന്നു തുടങ്ങി. മുള്ളിക്കാരൻ്റെ നമ്മുടെ സ്വന്തം തിരിഞ്ഞോക്കണം. ഗൈസ്, അങ്ങനെ ഇവിടെ കൈകൊട്ടി കളി കാണാൻ പോവുകയാണ്. മകേശൻ പാളിപ്പി നമ്മുടെ ഷിബിൻ ഇതേ കിടന്നാണ്. ഷിബിനാ ഹലോ. ഇങ്ങനെ നമ്മുടെ കൈകൊട്ടിക്കുളി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത് എന്താ പറയാ, ഇനി കൊച്ചു പിള്ളേരുടെ പരിപാടിയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ കൃഷ്ണനും കൂട്ടുകാരും സ്റ്റേജിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ വലുതായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രീജുവിന്റെ വലിയ ചെന്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് മുള്ളിക്കാടിന്റെ രാത്രിയിലെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അങ്ങനെ നമ്മുടെ ബിജിനാൻ ടീം അവിടെ അവരെന്തോ കുശലം പറയാണ്. ഇനി നടക്കാൻ പോണ പരിപാടി മൊത്തം നമ്മളിവിടെ മുകളിൽ നിന്ന് കാണിച്ചു തരും. ഗായ്സ്, അങ്ങനെ പരിപാടി ആരംഭിക്കുകയാണ്. അളെ, എന്തോ ഇത് തിരുവാതിരയാണോ? എന്റെ ബലമായ സംശയം ഇത് തിരുവാതിരയാണെന്നാണ്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങിയത് ചേട്ടൻ രണ്ട് ഫ്രണ്ട്സ്. സുഖമല്ലേ? ചെറുക്കന് ക്യാമറ ചെറിയൊരു ഷൈ. സോ നമ്മളിവിടെ വിരമിക്കുകയാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. സുഖമല്ലേ? തീ വെച്ചൊരു പരിപാടി ഉണ്ട്, അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് കളങ്കാവലുണ്ട്. ഇത് നമ്മള് പണ്ട് ഷാജിയാണ് എന്റെ വീട്ടിൽ ട്യൂഷന് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു കൊച്ചു ചെറുക്കനായിരുന്നു. കൊച്ചു ചെറുക്കൻ വളർന്നപ്പോ വലുതായി, എന്നെക്കാളും പൊക്കം വെച്ച്. ഇതൊക്കെ തീരെ എത്ര മണിയാവില്ലേ? നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മുള്ളിക്കാടിന്റെ സ്വന്തം അഗ്നിദുരിതാണ്.
അങ്ങനെ പണിയെടുക്കുന്ന അഖിൽ ഇവിടെ ഇരിക്കുന്ന ഈ കസേര എത്രയും എടുത്ത് ഇവിടെ ഇടണം. അതാണ് കേസ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മെയിൻ ആയിട്ട് നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളങ്കാവലാണ്. അത് എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് എന്താണ് സംഭവം? ഞാനും ഫസ്റ്റ് ടൈമാണ് കളങ്കാവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. അതെങ്ങനെ ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് കണ്ടുപോകാം. ഈ വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സും അത്യാവശ്യം നല്ല റീച്ചുള്ള സ്വന്തം പ്രോയാണ്. ഇവിടെ തിരിഞ്ഞു നോക്കും. ഈ വീഡിയോ കാണുന്നവരും ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക, ആ പുള്ളിയുടെ ഫോളോവേഴ്സിന് എന്നെ സപ്പോർട്ട് ചെയ്യുക. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. എല്ലാവർക്കും പങ്കെടുക്കാം. കിട്ടിയാൽ 25,000 രൂപ എത്തിയുള്ളി സമ്മാനമായി ഉടൻ തന്നെ നൽകുന്നു. ഇതിന്റെ പേരാണ് കളങ്കാവൽ. നിമിഷങ്ങൾക്കകം നമ്മുടെ കളങ്കാവൽ കഴിഞ്ഞിട്ട് അടുത്ത് ഗാനമേള തുടങ്ങും. ഇവിടെയാണ് ഗാനമേള നടക്കുന്നത്. അവരതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. ഇത് ഇവിടെ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടിയുള്ള ഗിഫ്റ്റ് ഒക്കെയാണ് അത്. അതിന് പേരേത് വല്ലതും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എവിടെ ടി വി കൊണ്ടേ ഞാൻ പോവും. ഉള്ളിക്കാട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? ടി വിയും കൊണ്ട് പോണോന്നാണ് എന്റെ എല്ലാവർക്കും കൊണ്ട്. ദ ഫൈറ്റ് ബിറ്റ്വീൻ ശ്രീജു ആൻഡ് ഹിസ് ശ്രീജുവിനെ അവൻ മലത്തി അടിക്കുകയാണ് ഗൈസ്. അടുത്ത പടക്കം വയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം മനോജ് ബ്രോ. അതിനകത്ത് വിടരുത്. അതിനിറങ്ങിപ്പോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു നറുക്കെടുപ്പാണ്. ഫൈനലി നമ്മളിവിടെ നിന്ന് ലീവ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സന്ധിക്കും വരക്കും വണക്കം.